ഭീകരതയ്ക്കെതിരെ ഭാരതം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതിനായി പ്രതിനിധി സംഘം വിവിധ രാഷ്ട്രങ്ങളിൽ സന്ദർശനം തുടരുകയാണ്. രവിശങ്കർ പ്രസാദ് എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഫ്രാൻസിലെ ഇന്ത്യൻ എംബസിയിലെത്തി. ബൈജയന്ത് പാണ്ഡ എംപിയുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘം കുവൈറ്റിന്റെ വിവിധ യോഗങ്ങളിൽ പങ്കെടുത്തു. ഇവരുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, പ്രതിനിധി സംഘത്തിന്റെ വിവിധ രാഷ്ട്രങ്ങളിലുള്ള സന്ദർശനം എങ്ങനെ പുരോഗമിക്കുന്നു? ഭാരതം ഭീകരതയ്ക്കെതിരെ നടത്തിയിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള മറുപടി തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂർ, അതിൻ്റെ വിശദാംശങ്ങൾ ലോക രാഷ്ട്രങ്ങളെ അറിയിക്കുന്നതിനുമൊപ്പം ഭീകരതയ്ക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ, പോരാട്ടം അതെത്രത്തോളം ഭാരതം നടത്തുന്നുണ്ട്, ഭീകരതയ്ക്ക് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണ എത്രത്തോളമുണ്ട് എന്നിവ തുറന്നു കാട്ടുന്നതിനും വിശദമായ ചർച്ച ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ വയ്ക്കുന്നതിനും ഭീകരതയ്ക്കെതിരെ ലോകം മുഴുവൻ ഒരുമിച്ച് നിൽക്കുന്ന സന്ദേശം നൽകുന്നതിനുമാണ് ഭാരതത്തിൻ്റെ പ്രതിനിധി സംഘം വിവിധ ലോകരാഷ്ട്രങ്ങളിൽ സന്ദർശനം നടത്തുന്നത്. 7 സംഘങ്ങളായിട്ടാണ് വിവിധ പാർട്ടികളിൽ നിന്നുള്ള എംപിമാരെയും മുൻ കേന്ദ്രമന്ത്രിമാരെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് 7 പ്രതിനിധി സംഘത്തെയാണ് ഭാരതം വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ രവിശങ്കർ എംപിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഫ്രാൻസിൽ ഇന്ത്യൻ എംബസിയിലെത്തുകയും അവിടെ ഇന്ത്യൻ എംബസിയിലെ അംബാസിഡറുമായി കൂടിക്കാഴ്ച നടത്തുകയും വിവിധ യോഗങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ സുപ്രിയ സുലെ എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘം കുവൈറ്റിലെത്തിയിട്ടുണ്ട്. ആ സംഘത്തിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവരാണ് ഖത്തറിൽ സുപ്രിയ സുലെ എംപിയുടെ നേതൃത്വത്തിൽ എത്തിയിട്ടുള്ളത്. വിവിധ രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായും അവിടുത്തെ മന്ത്രിമാരുമായും കൂടാതെ സമൂഹവുമായും എല്ലാം കൂടിക്കാഴ്ചകൾ നടത്തുകയും ഭാരതത്തിൻ്റെ ആശയം വളരെ കൃത്യവും വ്യക്തവുമായി ലോകരാഷ്ട്രങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രതിനിധി സംഘത്തെ ഓപ്പറേഷൻ സിന്ദൂറും അതിൻ്റെ സൈനിക നടപടികളും പൂർത്തിയായ ശേഷം കേന്ദ്ര സർക്കാർ ആലോചിച്ച് തീരുമാനമെടുത്ത് ഇത്തരത്തിലൊരു സംഘത്തെ വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ചിട്ടുള്ളത്. കാരണം ഭാരതം കഴിഞ്ഞ 40 വർഷത്തിലധികമായി പാകിസ്ഥാൻ നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ പാകിസ്ഥാൻ പിന്തുണ നൽകുന്ന ഭീകരവാദത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് ശക്തമായിട്ടുള്ള മറുപടി ഈ പുതിയ കാലഘട്ടത്തിൽ ഭാരതം നടത്തുന്നു. പഹൽഗാം ഭീകരാക്രമണം എങ്ങനെയാണോ പാകിസ്ഥാൻ പിന്തുണയോടുകൂടി ഭീകരവാദികൾ ജമ്മു കശ്മീരിൽ മതം ചോദിച്ചുകൊണ്ട് ആളുകളെ കൊലപ്പെടുത്തിയത്, ഭീകരാക്രമണം നടത്തിയത്, അത് തൊട്ട് ഓപ്പറേഷൻ സിന്ദൂറിന്റെ അവസാന നടപടി വരെയുള്ള കാര്യങ്ങളും ഒപ്പം ഭീകരതയ്ക്കെതിരെ ഭാരതം നടത്തുന്ന പോരാട്ടവും ഭീകരതയ്ക്ക് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണയും ഈ പ്രതിനിധി സംഘം ഈ വിവിധ കൂടിയാലോചനകളിൽ വിവിധ യോഗങ്ങളിൽ വിശദീകരിക്കും. ഭാരതത്തിന്റെ നിലപാട് വിശദീകരിക്കും. വളരെ കൃത്യമായി ഈ സംഘം യാത്ര തിരിക്കുന്നതിന് മുൻപ് ഭാരതത്തിന്റെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും കൂടാതെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ഈ സംഘങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഭാരതത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. എന്ന് ഈ ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നുവോ അന്ന് മാത്രമേ ഇനി പാകിസ്ഥാനുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ അത്തരത്തിലൊരു ചർച്ചയ്ക്ക് പോലും സാധ്യതയുള്ളൂ. ഇനി ചർച്ചയ്ക്കുള്ളത് ആകെ ഭാരതം നൽകിയിട്ടുള്ള പട്ടിക അനുസരിച്ചുള്ള ഭീകരരെ പാകിസ്ഥാൻ കൈമാറണം, ജമ്മു കശ്മീരിൽ അനധികൃതമായി കൈവശം വെച്ചിട്ടുള്ള ഭൂമി ഒഴിഞ്ഞു നൽകിക്കൊണ്ട് അത് ഭാരതത്തിന് വിട്ടു നൽകിക്കൊണ്ട് പാകിസ്ഥാൻ പിന്മാറണം. ഈ കാര്യങ്ങളിൽ മാത്രമായിരിക്കും പാകിസ്ഥാനുമായുള്ള ചർച്ച. കൂടാതെ ഭീകരതയ്ക്കെതിരെ അതിശക്തമായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കും. ഓപ്പറേഷൻ സിന്ദൂർ ആ ഒരു പ്രത്യേക നടപടി 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്ത നടപടിയിലൂടെ അവസാനിപ്പിക്കുന്നതല്ല. അത് ഭീകരതയ്ക്കെതിരെ തുടർന്നുള്ളൊരു നടപടിയായി അത് തുടർന്ന് കൊണ്ടുപോകും. ഭീകരതയ്ക്കെതിരെ അതിശക്തമായ നടപടി ഉണ്ടാകും. ലോകരാജ്യങ്ങൾ മുഴുവൻ ഭീകരതയ്ക്കെതിരെ ഒരുമിച്ച് നിൽക്കേണ്ട കാലഘട്ടമാണിത് എന്ന സന്ദേശമാണ് ഭാരതം നൽകുന്നത്. അത് വളരെ വ്യക്തമായി ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ തുറന്നു കാണിക്കുന്നതിനും ഭാരതത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നതിനുമാണ് ഇത്തരത്തിൽ പ്രതിനിധി സംഘം വിവിധ ലോകരാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്നത്. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.